വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാം, നവോത്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നവോത്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വനിതകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതായത് നവോത്ഥാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വനിതകള്, ആ വനിതകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. അതാണ്, വളരെ അധികം ഒന്നുമില്ല, കുറച്ച് ചോദ്യങ്ങളുള്ളൂ. ഇത് വളരെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിക്കണം. ആദ്യത്തെ ചോദ്യം: മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന്, മലബാറില് ട്ടോ, മലബാറില് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ നേതൃത്വം നൽകിയ വനിതയുടെ പേര് എ വി കുട്ടിമാളുവമ്മ. എ വി കുട്ടിമാളുവമ്മ. ഇവരാണ് മലബാറിലെ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഇനി കുട്ടിമാളുവമ്മയെ കുറിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ടീച്ചറ് പറയാം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ എന്താണ്? സ്വദേശി പ്രസ്ഥാനം ട്ടാ. ആ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിൻ എന്നറിയപ്പെടുന്ന ലേഡി ആരാണ്? എ വി കുട്ടിമാളുവമ്മയാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിൻ. അതുപോലെ 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിതയും ആരെന്നെയാണ്? ഈ എ വി കുട്ടിമാളുവമ്മ തന്നെയാണ്. എന്താണ്? 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്യുക. അപ്പൊ പ്രധാനപ്പെട്ട എ വി കുട്ടിമാളുവമ്മ എന്ന് പറയുന്ന ലേഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയണം. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളതാണ്, അക്കാമ ചെറിയാന്റെ ജന്മസ്ഥലം എവിടെയാണ്? എവിടെയാണ്? കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ്. അടുത്ത ലേഡിയാണ്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ അവർ ജനിച്ചു. ഇവരുടെ ആത്മകഥ ജീവിതം ഒരു സമരം, ജീവിതം ഒരു സമരം എന്നത് അക്കാമ ചെറിയാന്റെ എന്താണ്? ആത്മകഥയാണ്. അടുത്തത് എല്ലാവർക്കും അറിയാലോ. അടുത്തൊരു ചോദ്യം ടീച്ചർ പറയാണ്ട് തന്നെ, അതായത് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ആരാണ്? അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി അല്ലെ, അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണിയാണ് എന്ന് അവരെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് വിശേഷിപ്പിച്ചത്. ഇനി കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക്, കേരളത്തിന്റെ ജോവാൻ അല്ലെ, ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും അക്കാമ ചെറിയാനാണ്. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്കും അക്കമ്മ ചെറിയാനാണ്. അപ്പൊ അക്കമ്മ ചെറിയാന്റെ കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്ത ലേഡി അണ്ണാ ചാണ്ടിയാണ്. ഇവരുടെ ആത്മകഥയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. അണ്ണാ ചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. അടുത്തത് നോക്കുക, ഇന്ത്യയിൽ ഒരു ജില്ലാ കോടതി, ഇന്ത്യയിലാണ് കേട്ടോ, ഇന്ത്യയിൽ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ, ഇന്ത്യയിൽ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിത അണ്ണാ ചാണ്ടി. കേരളത്തിൽ നിന്ന് നിയമബിരുദം, കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിത അണ്ണാ ചാണ്ടി. കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിത അണ്ണാ ചാണ്ടി. തിരുവിതാംകൂറിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിത അണ്ണാ ചാണ്ടി. ഇന്ത്യയിൽ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിത അണ്ണാ ചാണ്ടി. ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത, ഇന്ത്യയില്, അതും കൂടെ, ഇന്ത്യയില് ഹൈക്കോർട്ട് ജഡ്ജ് എവിടെയാ? കേരളം അല്ലെ. ഇന്ത്യയിൽ ഹൈക്കോർട്ട് ജഡ്ജായ ആദ്യ വനിതയും ആരന്നെയാണ്? അണ്ണാ ചാണ്ടി തന്നെയാണ്. ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പൊ അണ്ണാ ചാണ്ടി കഴിഞ്ഞു. അടുത്തത് ലളിതാംബിക അന്തർജനാണ്. എപ്പോഴും ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത് ഇവരുടെ ആത്മകഥ എന്താണ്? ആത്മകഥയ്ക്ക് ഒരു ആമുഖം, അതാണ് ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ. ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യ നോവൽ ഏതാണ്? ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യ നോവൽ ഏതാണ്?
അഗ്നിസാക്ഷിയാണ് എന്നാണ് രചിച്ചത്? 1976 ഇവർക്ക് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്തത് അഗ്നിസാക്ഷിയാണ്. ഓടക്കുഴൽ അവാർഡ് നേടിയത് 1976 ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനത്തെ വയലാർ അവാർഡിന് അർഹയാക്കിയ കൃതിയും അഗ്നിസാക്ഷിയാണ്. വർഷം ഏതന്നെയാണ്? 1977 തന്നെയാണ്. ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുള്ളൂ കേട്ടോ. അവസാന നിമിഷം വെറുതെ കുറെ ചോദ്യങ്ങൾ പഠിപ്പിച്ച എന്റെ കുട്ടികളെ ഒരിക്കലും ടീച്ചർ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ആനി മസ്ക്രീനെ കുറിച്ചാ ടീച്ചർ പറയണേ. നേരത്തെ നമ്മൾ എന്താ വിളിച്ചേ? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന ആരെ വിളിച്ചേ? അക്കാമ ചെറിയാനെ വിളിച്ചപ്പോൾ അല്ലെ, ഇവിടെ നമ്മൾ വിളിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഝാൻസി റാണി എന്നാണ്. എന്താണ് കേരളത്തിന്റെ ഝാൻസി റാണി? ആരാണ് കേരളത്തിന്റെ ഝാൻസി റാണി? ആനി മസ്ക്രീൻ ആണ്. കേരളത്തിന്റെ ഝാൻസി റാണി ആനി മസ്ക്രീൻ അല്ലെ. കേരളത്തിന്റെ ഝാൻസി റാണി ആനി മസ്ക്രീൻ ആണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി അല്ലെ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയില് എവിടെ നിന്ന്? തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി ആരാണ്? ആ വനിതാ പ്രതിനിധി? നമ്മുടെ ആനി മസ്ക്രീൻ ആണ്. അടുത്തത്, ആനി മസ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വഴുതക്കാടാണ്. ആനി മസ്ക്രീൻ സ്ക്വയർ എവിടെയാണ്? വഴുതക്കാട്. തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ എവിടത്തെ? തിരുക്കൊച്ചി സ്റ്റേറ്റ്, തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരെന്നെ? ആനി മസ്ക്രീൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയും ആനി മസ്ക്രീൻ ആണ്. അപ്പൊ ഇത്രയും കാര്യം ആനി മസ്ക്രീൻ ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി ടീച്ചർ പറയാൻ പോണ അടുത്ത ലേഡിയുടെ പേര് ആര്യ പള്ളം എന്നാണ്. കണ്ടിട്ടുണ്ട് ഇല്ലേ നമ്മള്? പാലിയം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആര്യ പള്ളത്തിന്റെ പേര് കേട്ടിട്ടുണ്ടല്ലോ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് 1947 ആരാണ്? ആര്യ പള്ളമാണ്. ക്ലിയർ ആയില്ലേ? സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അന്തപുരം എന്താണ്? സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അന്തപുരം മർദ്ദന നേഷനം എന്ന പ്രമേയം അവതരിപ്പിച്ചതാ. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായി അന്തപുരം മർദ്ദന നേഷനം എന്ന നമ്മുടെ പ്രമേയം അവതരിപ്പിച്ചതും ആര്യ പള്ളമാണ് അല്ലെ. അടുത്തത്, കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവും ഇവരാണ്. ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ആര്യ പള്ളം മറക്കുട ബഹിഷ്കരണ യാത്ര? അപ്പൊ മറക്കുട ബഹിഷ്കരണ യാത്രയും ആരുടെയാണ്? നമ്മുടെ ആര്യ പള്ളത്തിന്റെയാണ്. ആരുടെ നേതൃത്വം? ആര് പറഞ്ഞിട്ട് അത് ചെയ്തേ? ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ്? VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വം അല്ലെങ്കിൽ നിർദ്ദേശത്തെ തുടർന്ന് കേട്ടോ. അടുത്തത് പാർവതി നെന്മണി മംഗലം എന്ന ലേഡിയാണ്. നമ്മൾ ഇവരെ കുറിച്ച് ഒരു കാര്യം പഠിച്ചാ മതി. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? പാർവതി നെന്മണി മംഗലം. പാർവതി നെന്മണി മംഗലം യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. ഇനി ഇവരുടെ ഒരു കൊട്ടേഷൻ ഉണ്ട്. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അങ്കനമാർ അടിമയല്ല എന്ന് പറഞ്ഞത് പാർവതി നെന്മണി മംഗലം. മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന് പറഞ്ഞതും
പാർവതി നെന്മണി മംഗലമാണ്. അടുത്ത ലേഡിയാണ് തൊട്ടേക്കാട്ട്. തൊട്ടേക്കാട് ആരാണ്? മാധവി അമ്മ. തൊട്ടേക്കാട് മാധവി അമ്മ ആരാണ്? കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്. എവിടെയാണ്? കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി ട്ടോ. ഈ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത തൊട്ടേക്കാട്ട് മാധവിയമ്മ. അടുത്തത് പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ലക്ഷ്മി എൻ മേനോൻ. ലക്ഷ്മി എൻ മേനോൻ. പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ. രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ. രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത എവിടെ നിന്ന? ബീഹാറിൽ നിന്ന്. അപ്പൊ കേരളത്തിൽ നിന്നുമുള്ള ആദ്യ രാജ്യസഭാ മെമ്പർ ആര്? ഭാരതി ഉദയഭാനു. കേരളത്തിൽ നിന്നുള്ള ആദ്യ രാജ്യസഭാ മെമ്പർ ഭാരതി ഉദയഭാനു. ക്ലിയർ ആയില്ലേ? തെറ്റില്ലല്ലോ. അടുത്ത് നോക്കൂ മക്കളെ. കേരളത്തിലെ ആദ്യത്തെ വനിതാ സർജൻ. ഇന്ത്യയിലെ ആദ്യത്തെ സർജൻ ജനറൽ. ആരാണ് അവര്? മേരി പുന്നൻ ലൂക്കോസ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ സർജൻ, ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ സർജൻ അല്ലെ? ആരാണ്? നമ്മുടെ മേരി പുന്നൻ ലൂക്കോസ് ആണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. നേരത്തെ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്തത് തൊട്ടേക്കാട് മാധവിയമ്മ. ഇതെന്താണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസ്. ക്ലിയർ ആയില്ലേ? അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു ചോദ്യമാണ് കരിവെള്ളൂർ സമരം അല്ലെ? കരിവെള്ളൂർ സമര നായിക ആരാണ് അവര്? കരിവെള്ളൂർ സമര നായിക കെ ദേവയാനി. ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. എന്താണ്? ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. ആരുടെ ആത്മകഥയാണ്? ദേവയാനിയുടെയാണ് കേട്ടോ. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്ത ചോദ്യം ഒരു പേജിലായിട്ട് എഴുതാം നമുക്ക്. അടുത്ത നമ്മുടെ KR ഗൗരിയമ്മയെ കുറിച്ചാ പറയണത്. ഇവരെയും കൂടെ പഠിച്ച് നമുക്ക് നിർത്താം. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇവരെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊന്നും ടീച്ചറൂടെ പറയില്ല, അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. KR ഗൗരിയമ്മ ഒന്നാം കേരള നിയമസഭയിലെ റവന്യൂ അതുപോലെ തന്നെ എക്സൈസ് ദേവസ്വം വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ലേഡിയാണ്. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ നിയമ ബിരുദധാരിയാണ്. ഇനി അടുത്തത് കേരള കർഷക സംഘം, കേരള മഹിളാ സംഘം എന്നിവയുടെ പ്രസിഡന്റായ വനിതയാണ്. ഇനി KR ഗൗരിയമ്മ 1994 ഒരു പാർട്ടി ആരംഭിച്ചു, JSS. എന്താണത്? ജനാധിപത്യ സംരക്ഷണ സമിതി. ഇനി ഇവര് 2021 ഒരു മരിച്ചത് ഒന്ന് പഠിച്ചു വെച്ചോളാം. മെയ് മാസം 11-ാം തീയതി 102-ാമത്തെ വയസ്സിലാണ് മരിച്ചേട്ടോ. 102-ാമത്തെ വയസ്സിൽ. ക്ലിയർ ആയില്ലേ? ബാക്കി ഇവരെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ ടീച്ചർ വേറെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ പറയാത്തത്.
പറഞ്ഞിട്ടുള്ളതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ ബോറടിപ്പിക്കുക, നിങ്ങളെ സമയം ടീച്ചർ കളയുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ.